ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസ് വേൾഡ്. പിന്നെ നമ്മളൊരു ചെറിയ മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം പിള്ളേരെ രാവിലെ ഹോളി കമ്മ്യൂണിയനുണ്ട്, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ്. അപ്പോൾ 7:30 ആകുമ്പോഴേക്കുമാണ് കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:30 ആകുമ്പോഴേക്കും ഞങ്ങളും മാതാപിതാക്കളും പിള്ളേർ 2 പേരും അവിടെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫിക്കുട്ടിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. എലീഷനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ഇടിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം രാവിലെ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നമ്മൾ രാവിലെ നല്ല തണുപ്പായിരുന്നു. രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ഇടിയിച്ചു. ഇതിപ്പോൾ ഇടപ്പറമ്പിൽ ചങ്ങനാശ്ശേരി അവിടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സാണ്. 4,050 രൂപയായിരുന്നു ഡ്രസ്സിന് കേട്ടോ. ഒത്തിരി കളക്ഷൻ ഉണ്ട്. 2,000 മുതൽ റേഞ്ചിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ. 2,000 ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ അന്ന് ചോദിച്ചപ്പം ഞാൻ നോക്കിയത് 2,000-ന് നോക്കിയായിരുന്നു, 4,000-ന്. നമ്മുടെ മനസ്സിൽ 4,000 രൂപയുടെ ഡ്രസ്സ് വാങ്ങിക്കണമെന്നായിരുന്നു, 5,000-ന് താഴെ നിൽക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരെണ്ണം നമ്മുടെ മനസ്സിന് ഇണങ്ങി ഒരെണ്ണം കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പം നമ്മളൊരു മോയ്സ്ചറൈസറാണ് നമ്മൾ ആദ്യമേ തേക്കുന്നത്. തലമുടിയൊക്കെ പുറകിലൊന്ന് കെട്ടി വെച്ചിട്ട് മോയ്സ്ചറൈസർ തേച്ചു. അവൾക്ക് പ്രത്യേകിച്ച് ഒരു മോയ്സ്ചറൈസർ ഇല്ലാത്തതുകൊണ്ട് എൻ്റേത് ഞാൻ ഉപയോഗിക്കുന്ന ഒരെണ്ണം അത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് മുഖത്തെല്ലാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ലാക്മിയുടെ CC ക്രീമാണ്. ലാക്മി 925-ൻ്റെ CC ക്രീം. അത് മുഖത്തെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. ഇതിൻ്റെ ഷെയ്ഡ് എടുക്കുമ്പോഴേക്കും ഓരോരുത്തരുടെ മുഖത്തിന് അനുയോജ്യമായ ഷെയ്ഡുകൾ എടുക്കുക. അപ്പം ഇത് പിന്നെ നമ്മൾ ഇത് മുഖത്തെല്ലാം മൊത്തത്തിലേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ സ്പഞ്ച് ഉണ്ടല്ലോ, ആ ഉപയോഗിക്കുന്ന ബ്ലെൻഡർ നമ്മൾ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം. വെള്ളത്തിലിട്ട് നല്ലവണ്ണം പൊങ്ങി കഴിയുമ്പോൾ നമ്മളത് നല്ലവണ്ണം അതിൻ്റെ വെള്ളം മൊത്തം പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ അത് മുഖത്ത് നല്ലവണ്ണം എല്ലായിടത്തും അപ്പം നല്ലവണ്ണം മുഖത്ത് പിടിച്ചിരിക്കും കേട്ടോ, ഇതും കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഇത് നമ്മളെ മുഖത്തും ചെവിയിലും കഴുത്തിലും ഒക്കെ ആയിട്ട് എല്ലാം നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇടുന്ന ബ്ലഷിന് പകരമായിട്ട്, ബ്ലഷൊന്നും എൻ്റെ കയ്യിലില്ല പ്രത്യേകിച്ച്, അപ്പം ബ്ലഷിന് പകരമായിട്ട് ജസ്റ്റ് ഹെർബിൻ്റെ നമ്മുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു പീച്ച് കളറാണ്, അതാണ് ഇട്ടിരിക്കുന്നത്. കണ്ണിൻ്റെ മുകളിലും പിന്നെ ഈ കവിളത്തും മൂക്കിൻ്റെ അറ്റത്തും ഒക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്ന സെപ്പാമെൻറ്റിൻ്റെ ലിപ് ബാമാണ്, അതും അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. കാരണം ഈ സമയത്ത് എനിക്കും റെഡിയാകണം, ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു കറക്റ്റ് സമയത്ത് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈബർ പെൻസിലെടുത്ത് പുരുകയൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്, സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതും വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ബ്രഷ് വെച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ചീകിപ്പാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒരുമാതിരി നല്ല രീതിയിലായിട്ടുണ്ട്. ഞാനൊരു വലിയ ബ്യൂട്ടീഷ്യനോ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒന്നും അല്ലല്ലോ. അപ്പോൾ എൻ്റെ കഴിവിനൊത്ത് ഞാൻ ഒരുമാതിരി ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലവണ്ണം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം കണ്ണെഴുതാനായിട്ട് നമ്മൾ ലാക്മിയുടെ തന്നെ ഐലൈനറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകൾ ഭാഗം മാത്രമേ എഴുതുന്നുള്ളൂ. ഇവളുടെ കണ്ണ് പൊതുവേ ഒരു ഉണ്ടക്കണ്ണി ആയതുകൊണ്ട്, നല്ല വലിയ കണ്ണായതുകൊണ്ട് നമ്മൾ താഴ്ഭാഗം എഴുതുന്നില്ല. മുകൾ ഭാഗം മാത്രം നല്ല രീതിയിൽ ഒന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇവളുടെ കണ്ണ് ഞാൻ എഴുതി കൊടുത്തിട്ട്. കാരണം എലീഷ പൊതുവേ ഇപ്പം കണ്ണെഴുതുമ്പോഴേക്കും അവൾ തന്നെയാണ് എഴുതുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രായമൊക്കെ ആയില്ലേ, കണ്ണ് കാണുന്നതും പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിവേ എഴുതി ഒക്കെ മുകൾ ഭാഗമൊക്കെ എഴുതി. അത് കഴിയുമ്പോഴേക്കും നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യണം. മെബലിൻ്റെയാണ് ഇവിടെ മസ്കാര യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ലവണ്ണം നല്ലവണ്ണം എലീഷയ്ക്ക് കൺപീലിയുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ഭംഗിയാണ്. എനിക്കൊക്കെ കൺപീലി ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അതുപോലെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എന്താണോ കൺപീലിയും മുടിയും എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് മിനിറ്റിനും. അപ്പം അത് നല്ലവണ്ണം നമ്മൾ കണ്ണിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹൈലൈറ്ററാണ്. പണ്ടെങ്ങാണ്ടോ എപ്പോഴും മേടിച്ച് വെച്ച ഹൈലൈറ്ററാണ്. ഇതുപോലെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ അത് തൊട്ടിട്ടില്ല. അപ്പം അത്
നമ്മളെടുത്ത് ഒരു ബ്രഷിലേക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം, അത് എടുത്തിട്ട് നമ്മൾ മൊത്തം എടുത്ത് അപ്ലൈ ചെയ്യരുത്. നമ്മളൊന്ന് ബ്രഷ് ഒന്ന് കൊട്ടി കൊടുക്കണം. അത് നമ്മളൊന്ന് തൊട്ട് ടച്ച് ചെയ്തിട്ട് ബ്രഷ് ഒന്ന് കൊട്ടി കൊടുത്തിട്ട് വേണം അത് നമ്മൾ ഉപയോഗിക്കാൻ. ഇല്ല ഒത്തിരി ഓവറായിട്ട് തോന്നും. അത് നമ്മൾ ജസ്റ്റ് കവിളത്ത്, പിന്നെ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ചെറിയൊരു പാട്ടിൽ ഈ പുരുകം പൊങ്ങിയിരിക്കുന്ന ആ ഒരു പോർഷനില്ലേ, അതിൻ്റെ തൊട്ടടിയിൽ കുറച്ച് എടുക്കുക, അപ്ലൈ ചെയ്യുക. പിന്നെ നെറ്റിയുടെ ആ ഒരു നടുക്കത്തെ പോർഷനിലൊന്ന് ചെറുതായിട്ട്, മൂക്കിൻ്റെ നടുക്കത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അവിടെ ഒരു ചെറിയ ലൈനായിട്ട്, പിന്നെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ മുകളിലൊരു നമുക്കൊരു മടക്ക് പോലത്തെ ഒരു സംഭവമില്ലേ, അവിടെ ഒരു ചെറിയൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ താടിയുടെ ആ ഒരു പോർഷനിലും നമ്മൾ ചെറുതായിട്ട് ഒന്ന് തൊട്ട് കൊടുക്കുക. ഇത് ഒത്തിരി ആകരുത്, ഭയങ്കര ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. മൊത്തം മുഖം അങ്ങ് മൊത്തത്തിൽ വെട്ടിത്തിളങ്ങും. നമ്മൾ ഹൈലൈറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ആ ഒരു പോർഷൻ മാത്രം ഹൈലൈറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മളത് ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റേസിൻ്റെ ആ ഒരു 3 ട്രയാങ്കിളിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്. അതിനകത്ത് 3 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഞാൻ 3ാമത്തെ ഇതാണ് ക്യാരമൽ റോസ്, അതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഞാനിപ്പം ഇവക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒത്തിരി ഇതല്ല കേട്ടോ, ഒത്തിരി ഡാർക്കല്ല, നല്ല ലൈറ്റ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് പൊതുവേ ലൈറ്റ് കളറിനോടാണ് താല്പര്യം, ഒരു ന്യൂഡ് ഷെയ്ഡാണ് പൊതുവേ താല്പര്യം. അപ്പോൾ അത് ഞാൻ എടുത്തു. പിന്നെ ഇവളുടെ തലമുടി കെട്ടാനായിട്ട് എലീഷയുടെ തലമുടി നല്ല സിൽക്കി ഹെയറാണ്. പൊതുവെ നല്ല നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് ക്ലിപ്പൊക്കെ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഒന്ന് നിർത്താൻ വേണ്ടി. സത്യം ഒന്ന് കെട്ടി വെക്കേണ്ടതായിരുന്നു. ഞാനിങ്ങനെ കുറേ ക്ലിപ്സ്, ചെറിയ ക്ലിപ്പൊക്കെ സ്ലൈഡും ഒക്കെ വെച്ച് നല്ലവണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. മുടി ഇവിടെ വെച്ച് നമ്മൾ ഇടിയിപ്പിച്ചുകൊണ്ട് പോകും. പിന്നെ ക്രൗണൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കിട്ടുന്നത് കേട്ടോ, നമ്മൾ പള്ളിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സിസ്റ്റേഴ്സ് ക്രൗണും പിന്നെ തിരിയും, കയ്യിൽ പിടിക്കാനായിട്ടുള്ള തിരിയ, പിന്നെ ഒരു കുർബാന പുസ്തകം, പിന്നെ കൊന്ത, ബന്തിങ്ങ, ഇത്രയും സാധനങ്ങൾ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് തരും. അപ്പം ഞാൻ തലമുടിയൊക്കെ സെറ്റ് ചെയ്തു. എലിഷ ഹാപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. എലിഷയുടെ മുഖം കണ്ടിട്ട് അവൾ ഭയങ്കര സന്തോഷവതിയാണ്. അവളുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇത്രയൊക്കെ എന്നെ ഒരുക്കാനറിയാമല്ലേ എന്നുള്ളൊരു സന്തോഷമാണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഒരു പൊട്ടിട്ട് കൊടുത്തായിരുന്നു കേട്ടോ, ഒരു ചെറിയ നമ്മുടെ വെള്ളക്കല്ലിൻ്റെ ഇല്ലേ, ആ ഒരു കല്ലിൻ്റെ ഒരു സ്റ്റോണിൻ്റെ ഒരു ഒറ്റ സ്റ്റോണിൻ്റെ ചെറിയൊരു പൊട്ടും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് കമ്മലും മാലയും ഇടണം. അപ്പം കമ്മലും മാല ഇടാനായിട്ട് ഇതിപ്പം അടൂർ ബൈ പ്രിയങ്ക എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞാൻ മേടിച്ചിരിക്കുന്നതാണ്. ഒരു മാലയും ഒരു കമ്മലും, ഇതിന് തന്നെ കമ്മലും ഉണ്ട്. അപ്പം അത് രണ്ടുമാണ് ഇതിൻ്റെ കൂടി ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ട്. അപ്പം ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തു. കമ്മൽ ഇച്ചിരി വലുപ്പം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത് രണ്ടും നല്ലവണ്ണം മാച്ചായിട്ട് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഹെയറൊക്കെ ഒന്ന് ചെറിയതായിട്ട് മുന്നോട്ടിട്ടിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് ഫ്രണ്ടിലോട്ടിട്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ നെറ്റ് വെക്കുകയാണ്. നെറ്റ് എന്ന് പറയുന്നത് 3 ലെയറാണ് കേട്ടോ, 3 ലെയറായിട്ട് താഴെ വരെ കിടപ്പുണ്ട്. താഴെ വരെ ഏറ്റവും താഴത്തെ ആ ഒരു നെറ്റ് എന്ന് പറയുന്നത് താഴെ വരെ വരും, താഴെ മുട്ടിയാണ് കിടക്കുന്നത്. എല്ലാം തന്നെ വാങ്ങിച്ചിരിക്കുന്നത്, നെറ്റ്, ഗ്ലൗ എല്ലാം തന്നെ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ചങ്ങനാശ്ശേരി ഇടപ്പറമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പം കയ്യിൽ ഗ്ലൗ ഇട്ടു. അപ്പം മാച്ചായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. ഞാനും പെട്ടെന്ന് പോയി റെഡി ആക്കട്ടെ. ഓക്കെ, താങ്ക് യു.